വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജൂലൈ 17 ക്ലാസ് റൂമിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുൻ എം എന്ന വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരുന്നത്. CPMന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് കടുത്ത ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് നടപടി. മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായമായി 3 ലക്ഷം രൂപയും KSEB 10 ലക്ഷം രൂപയും നൽകാൻ തീരുമാനിച്ചു. സ്കൂൾ ബസിന് മുകളിലേക്ക് തേക്ക് കടപുഴകി വീണു. ഒഴിവായത് വൻ ദുരന്തം. ശക്തമായ കാറ്റിൽ ഭീമൻ തേക്ക് കടപുഴകി സ്കൂൾ ബസിന് മുകളിൽ വീണ് അപകടം. കോഴിക്കോട് മീൻചന്തയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ടോടെ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സ്കൂൾ ബസിന് മുകളിലേക്ക് തേക്ക് കടപുഴകി മറിയുകയായിരുന്നു. അപകടത്തിൽ സ്കൂൾ ബസും ഒരു സ്കൂട്ടറും തകർന്നെങ്കിലും ആളപായമില്ല. പാവങ്ങാടി EMS സ്കൂളിലെ ബസിന് മുകളിലേക്കാണ് മരം പതിച്ചത്. മീൻചന്തയിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോമ്പൗണ്ടിലെ തേക്ക് മരമാണ് വീണത്. സമീപത്തെ കടകളിൽ ഈ സമയം ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവർ ബസ് റോഡരികിൽ നിർത്തിയിട്ടതിനു ശേഷം സമീപത്തേക്ക് പോയിരുന്ന സമയത്തായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പോര് കടുപ്പിക്കാൻ ഒരുങ്ങി നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. അതിനായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. താരങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നവരല്ല സംഘടനയെ നയിക്കേണ്ടതെന്നും താൻ പ്രസിഡന്റായാൽ സംഘടനയിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്നും സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അടുത്ത കാലത്ത് സാന്ദ്ര ഉയർത്തുന്ന ശക്തമായ ആരോപണങ്ങൾ സിനിമാ സംഘടനകൾക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ നേതൃത്വം രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിൽ സാന്ദ്രയ്ക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊണ്ടിരുന്നു. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് ആരോപിച്ച് സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കി. ഇതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയും പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്യുകയുമായിരുന്നു. ഇതിനു പിന്നാലെയാണ് പോര് ഘടിപ്പിച്ച് സാന്ദ്ര പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കായിക ലോകം. ഇന്ത്യക്ക് 4ാം ദിനം നിർണായകം. ഇംഗ്ലണ്ടുമായുള്ള 4ാം ക്രിക്കറ്റ് ടെസ്റ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാവും 4ാം ദിനം ഇന്ത്യ ഇറങ്ങുക. നിലവിൽ ഇംഗ്ലണ്ട് ഈ മത്സരത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഇനി ബാറ്റിംഗ് നിര മനസ്സുവെച്ചാൽ മാത്രമേ സമനിലയിലെങ്കിലും ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറിച്ചാണെങ്കിൽ ഇന്നിംഗ്സ് പരാജയത്തിലേക്ക് ഇന്ത്യ വീണയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ടോട്ടലായ 388 റൺസിന് മറുപടിയിൽ 7 വിക്കറ്റിന് 544 റൺസ് എന്ന കൂറ്റൻ സ്കോറുമായാണ് 3ാം ദിനം ഇംഗ്ലണ്ട് കളി അവസാനിപ്പിച്ചത്. 3 വിക്കറ്റുകൾ കൂടി കയ്യിലിരിക്കവേ അവർ ഇപ്പോൾ 186 റൺസിന് മുന്നിലാണ്. 77 റൺസോടെ നായകൻ ബെൻ സ്റ്റോക്സും 21 റൺസ് എടുത്ത ഓൾറൗണ്ടർ ലിയം ഡോസനുമാണ് ക്രീസിൽ. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. കടുകിന്റെ ആരോഗ്യ ഗുണങ്ങൾ. കടുക് കുഞ്ഞനാണെങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ ചെറുതല്ല. വിറ്റാമിൻ A, വിറ്റാമിൻ K എന്നിവയ്ക്ക് പുറമെ മഗ്നീഷ്യം, മിനറൽസ്, പൊട്ടാസ്യം എന്നിവയെല്ലാം കടുകിൽ അടങ്ങിയിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കടുകിന് കഴിവുണ്ട്. കടുകിലുള്ള നാരുകളും ഹൃദയാരോഗ്യം ഉറപ്പാക്കും. കടുകെണ്ണ ഉപയോഗിച്ചുള്ള പാചകവും ശരീരത്തിന് ഗുണകരമാണ്. കൂടാതെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.